ഹലോ ഡിയേഴ്സ്, 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി മാങ്ങാച്ചാറ് നോക്കിയാലോ. ഞങ്ങളെ വീട്ടിലെ അയൽപക്കത്തൊക്കെ ഉള്ള ഹിന്ദുസ് നമുക്ക് സദ്യേൻ്റെ കൂടെ ഇങ്ങനെ ഒരു അച്ചാർ തരുമ്പോൾ ഈ ഒരു ഐറ്റത്തിനായിട്ട് നമ്മൾ ഓണവും വിഷുവൊക്കെ ആകാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഊഹത്തിന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ സക്സസ്ഫുൾ ആയി. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നല്ലെണ്ണയാണ് നല്ലത്. പിന്നെ ഞങ്ങളിവിടെ പറഞ്ഞ പോലെ ഈ വെളിച്ചെണ്ണേൻ്റെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടം. അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കാൻ കേട്ടോ. അതിൻ്റെ എക്സാക്റ്റ് റെസിപ്പി ഇതാണോ എന്നൊന്നും അറിയില്ല, പക്ഷേ ഇങ്ങനെ വെച്ചാലും അടിപൊളിയാണ്. ഇങ്ങനെ ചെയ്യാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മളൊരു 2 ചുവന്ന മുളക് ഇങ്ങനെ നടുക കീറിയിട്ടും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നീളത്തിൽ അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം ഇതിൽ കറിവേപ്പില ഇട്ടാൽ പ്രശ്നമല്ല. നമ്മളിത് ഒരു ദിവസത്തിനുണ്ടാക്കി ആ ദിവസം തന്നെ കഴിയാറാണ് മിക്കവാറും പതിവ്. പിന്നെ കുറേ ദിവസം വെച്ചാൽ ഈ അച്ചാർ അത്ര ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കാനാണ് കേട്ടോ ഇത് ഏറ്റവും ടേസ്റ്റ്. ചൂടാറിയിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ അച്ചാറിലെ കേമനായിട്ടുള്ള കായപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ പൊടിയായിട്ടില്ല, നാടനാണെങ്കിൽ നമ്മൾ വറുത്തിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. നല്ല കളറുള്ള മാങ്ങ അച്ചാറാകുമ്പോൾ കഴിക്കാൻ ഒന്നുകൂടി നമുക്ക് ടെൻഡൻസി കൂടും. എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ മാങ്ങ നമ്മൾ ഇതിന് മുമ്പേ അരിഞ്ഞിട്ട് ഉപ്പിട്ട് വെച്ചാൽ നല്ലതാണ്. ഞാൻ അതൊന്നും ഇട്ട് വെച്ചിട്ടില്ല, ഒപ്പം ചെയ്യാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മളൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നമുക്ക് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു പൊടികളുടെ പച്ചക്കുത്ത് മാറാനാണ് ഈ ഒരു എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പ് കായ ഇട്ട് കൊടുത്തത് ഒന്ന് മൂത്ത് വന്നോളും. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പം കുറച്ച് മുമ്പ് വറുത്ത് പൊടിച്ച ഉലുവ ആയതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്ത്. ഇനി ഈ മസാലപ്പൊടികളും ഇതൊക്കെ നമ്മൾ ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ വരുന്നൊരു സ്മെല്ലുണ്ട്, നമുക്കിതിങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നും, പക്ഷെ നമ്മൾ കഴിക്കരുത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഞാൻ പാരുന്നത് വിനിഗറാണ്, അഥവാ നമ്മുടെ സുർക്ക കേട്ടോ. നിങ്ങൾ ഒരിക്കലും വിനിഗർ പാരണമെന്ന് ഞാൻ പറയില്ല. അത് എക്സ്ട്രാ പുളിയാണ്. സാധാരണ സദ്യക്ക് ഉണ്ടാകുന്ന അച്ചാറിൽ നമ്മൾ വിനിഗർ ചേർക്കൂല. ഇതിന് പകരം സാധാരണ നമ്മൾ എല്ലാവരും തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കാറ്. അപ്പം ഞാനിവിടെ സുർക്ക അല്ലെങ്കിൽ നമ്മൾ വിനിഗർ ഒഴിച്ചതിൻ്റെ കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും അച്ചാർ കുറച്ച് പുളിപ്പിൽ കിട്ടണം, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ കുനുകുന അരിഞ്ഞിട്ടുള്ള മാങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പോ അരിഞ്ഞ് വെച്ചിട്ട് കുറച്ച് ഉപ്പ് തിരുമ്മി വെച്ചാൽ ഒന്നുകൂടി ഉഷാറാണ് കേട്ടോ. അപ്പം നമ്മളിതിലേക്ക് തിളച്ച ഈ വിനിഗറിലോട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ നേരം അടുപ്പിൽ വെക്കണ്ട, അപ്പോൾ നമ്മുടെ മാങ്ങയുടെ വേവ് വരും. ഈ വെന്താലും ഇത് രസമല്ല. ഇതിൽ നമ്മൾ കടിക്കുകയും വേണം, ഉപ്പും പുളിയും പിടിക്കുകയും വേണം പറഞ്ഞ അവസ്ഥയിൽ കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള മാങ്ങച്ചാറിലേക്ക് ലാസ്റ്റായിട്ട് ഒരു കുഞ്ഞു ടിപ്പ് കൂടിയാണ്. നമ്മുടെ ഉലുവയും കടുകും പൊടിച്ചത് ഒരു കുറച്ച് നമ്മളിങ്ങനെ തൂരി കൊടുക്കുന്നുണ്ട്. അതും മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാങ്ങച്ചാർ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇപ്പോൾ ഇട്ടിട്ട് ഇപ്പം തന്നെ കഴിക്കാം, പക്ഷേ ചൂടോടെ കഴിക്കുമ്പോൾ അത്ര രസമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്താൽ അടിപൊളി ടേസ്റ്റിൽ കിട്ടും. ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ലൈഫിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. അടിപൊളിയാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇത് നമ്മുടെ വെറിഞ്ചോട്ടിലേക്ക് മാത്രമല്ല കേട്ടോ, ഒറ്റയ്ക്ക് കഴിക്കാനും ടേസ്റ്റ്. ഞങ്ങളിവിടെ ഉണ്ടാക്കിയാറ് ഫുള്ളും അത് ഒറ്റയ്ക്ക് കഴിക്കാറാണ് കേട്ടോ പതിവ്. ഞങ്ങൾ രാവിലെ ഉണ്ടാക്കിയത് രാത്രി ആകുമ്പോഴേക്ക് തീർത്ത് കിട്ടും. അത് കൂടുതൽ എടുത്ത് വെച്ചാൽ ഇത് അത്ര ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള റെസിപ്പി ഇത്രയുള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.